അപ്പോൾ 3 കിലോ ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അളവും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് പറയുന്നൊന്നുമില്ല. നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഒരു 10-12 വെളിയുള്ളിയും പച്ചമുളകും മല്ലിയിലയും പുതിന ഇലയൊക്കെ ഇട്ട് ഒരു 10-20 ചെറിയുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ് ഒരു 10-12 സ്പൂണ്. 3 കിലോ ആണ്, അതുകൊണ്ട് ഇത്രയൊക്കെ വേണം കേട്ടോ. ഇനി മസാല ഓവറാണെന്നൊന്നും പറഞ്ഞ് പൊങ്കാലിടല്ലേ, ഇത് കറക്റ്റ് മസാലയാണ്. പിന്നെ ഇത് ബിരിയാണി അല്ല എന്നും പറയല്ലേ, ഞങ്ങളുടെ ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിച്ച മട്ടനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ തൈരും ലെമണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, പിഴിഞ്ഞിട്ട്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മട്ടൻ വേവിച്ച വെള്ളം കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, 1.5 ഫുള്ളായിട്ട് വേണമെന്നില്ല. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇച്ചിരി മല്ലിയിലയും അതുപോലെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ദമ്മും കൂടെ ഇടാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു കുക്കറും അതിൻ്റെ മേലെ നമ്മുടെ ഇടികല്ലിൻ്റെ കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ദം ഇട്ടിട്ടുള്ളത്. പിന്നെ അടിയിൽ ചപ്പാത്തിക്കല്ല് ചൂടാക്കിയത്. ഒരു 10-15 മിനിറ്റെങ്കിലും ദമ്മിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.